ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ബെറ്റ കണ്ടെയ്നേഴ്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോ സ്റ്റോക്ക് അവൈലബിൾ ആണ്, വേണമെന്നുള്ളൊരു DM ചെയ്താൽ മാത്രം മതി. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ക്ലീനിങ് ടെസ്റ്റ് നോക്കാം. അതായത് ഇപ്പൊ ഫുൾ അഴുക്കായിട്ട് ഇരിക്കുവാണല്ലോ. സാധാരണ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കളറോ കാര്യങ്ങളോ ഒക്കെ വരാറുണ്ട്. അതിന്റെ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ, അത് കുറയാറുണ്ട്. ഇതാണ്ടേ നമ്മൾ ജസ്റ്റ് വാട്ടർ വെച്ചൊന്ന് എടുത്തേ ഉള്ളൂ. ഇതാ പക്ക ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അതായത് പക്ക ക്ലീൻ ആയിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്ലീനിങ് ടെസ്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തായിട്ട് വേറൊരു വെറൈറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പേരിട്ടേക്കുന്ന ഫാളിംഗ് ടെസ്റ്റ് എന്നാണ്. നമ്മൾ ചുമ്മാ താഴോട്ട് ഇട്ടാ പോരല്ലോ, കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ താഴോട്ട് ഇട്ടത്. കാണുമ്പോൾ മനസ്സിലാവും അത് ചെറുതായിട്ട് ചളിങ്ങിയിട്ടുണ്ട്. നമുക്ക് എടുത്തു നോക്കാം എന്താ പ്രശ്നം പറ്റിയെന്ന്. നമ്മൾ അതിൽ വാട്ടർ നിറച്ചിട്ടാണ് താഴെ ഇട്ടത്. അപ്പൊ എന്തായാലും എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ്ലി തന്നെ നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കിയപ്പോഴത്തേക്ക് ആ ചുളുക്കങ്ങ് മാറിക്കി. നമ്മൾ താഴോട്ട് ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ ബേസ് ഇടിച്ചാണല്ലോ വീണേ. അപ്പൊ അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഇതൊന്നും അല്ല നോക്കണ്ടുള്ളത്, നമുക്ക് ഇതിനകത്ത് ലീക്കേജ് ഉണ്ടോ എന്നാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അതാണല്ലോ ഇതുകൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി അതാണ് നോക്കാനുള്ളത്. നമ്മൾ വാട്ടറൊക്കെ ജസ്റ്റ് നിറച്ച് നോക്കിയിട്ടുണ്ടേ, പ്രശ്നമൊന്നുമില്ല, പക്കാണ്, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതായത് പ്രോബ്ലം ഒന്നും ഇല്ലാന്നല്ല, ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്, പക്ഷെ ലീക്കേജ് ഇല്ല. എന്തായാലും നമ്മളെ കണ്ടെയ്നേഴ്സ് പക്കായിട്ട് പാസ് ആയിട്ടുണ്ട്. ഇതാണ്ട് ആ സെയിം കണ്ടെയ്നേഴ്സ് ആണോ നമ്മൾ എടുത്തേ നോക്കട്ടെ. ഇതാ ഇതിനകത്ത് ചെറിയൊരു ബ്രേക്കിംഗിന്റെ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ. ഇതിൽ തന്നെയാണ് നമ്മൾ വാട്ടർ നിറച്ച് നോക്കിയത്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമല്ലോ ഇല്ലേ. ഇതുപോലുള്ള വെറൈറ്റി ടെസ്റ്റുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.